ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേരിൽ തന്നെ ഉണ്ട് മാറ്റർ. എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ എനി സബ്സ്റ്റൻസ് വിച്ച് ഹാസ് എ മാസ് ആൻഡ് ഓക്യുപ്പൈ സം സ്പേസ് ഈസ് കോൾഡ് മാറ്റർ. ഈ മാറ്ററിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നൊക്കെ പറയുന്നത്. നമുക്കതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് നോക്കാം. സോളിഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാകും, വോളിയം ഉണ്ടാകും. ലിക്വിഡ് ആകുന്ന സമയത്ത് അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവില്ല, പക്ഷെ ഒരു വോളിയം ഉണ്ടാവും. ഗ്യാസിന് ഡെഫിനിറ്റ് ഷേപ്പോ വോളിയോ ഉണ്ടാവില്ല. ഇനി സോളിഡില് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ലിക്വിഡില് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഉണ്ടാവും, പക്ഷെ അത് സോളിഡിലെ പോലെ അത്ര സ്ട്രോങ് അല്ല. ഗ്യാസില് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്, അഥവാ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി സോളിഡിന്റെ കേസിൽ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ക് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ലിക്വിഡില് അത്ര ഒരു ക്ലോസ് പാക്കിംഗ് ഉണ്ടാവില്ല, അതിനൊരു ഫിക്സഡ് പൊസിഷൻ ഉണ്ടാവില്ല. പക്ഷെ ഗ്യാസില് മോളിക്യൂൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ദൂരത്തിലായിരിക്കും. ഇനി കൈനറ്റിക് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോളിഡിന്റെ കൈനറ്റിക് എനർജി വളരെ കുറവായിരിക്കും. സോളിഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഗ്യാസിന് കൈനറ്റിക് എനർജി വളരെ കൂടുതലായിരിക്കും. ഡെൻസിറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിലും സോളിഡിന്റെ കേസിൽ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ലിക്വിഡിന് സോളിഡിന്റെയും ഗ്യാസിന്റെയും ഇടയിലുള്ള ഒരു ഡെൻസിറ്റിയാണ് ഉണ്ടാവുക. ഗ്യാസിന് ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ പാർട്ടിക്കിൾസ് ഹൈലി ക്ലോസ് പാക്ഡ് ആണ്. പക്ഷെ അത്ര ഒരു ക്ലോസ് പാക്കിങ് ലിക്വിഡിന്റെ കേസിലില്ല. ഗ്യാസിന്റെ കേസിൽ പിന്നെയും ക്ലോസ് പാക്കിങ് വളരെ കുറവാണ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സിനെയാണ് നമ്മൾ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ആ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ പറയും അത് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണെന്ന് പറയും. ഈ വാൻ ഡെർ വാൾസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോഴ്സ് നോൺ പോളാർ മോളിക്യൂൾസിന്റെ ഇടയിലാണ് നമ്മൾ കാണുക. നോൺ പോളാർ മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂളിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ല. അതിന്റെ ഇലക്ട്രോൺ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സിമെട്രിക്കൽ ആയിരിക്കും, ഇലക്ട്രിക്കലി സിമെട്രിക്കൽ ആയിരിക്കും. ആ ഇലക്ട്രിക്കലി സിമെട്രിക്കൽ ആയിട്ടുള്ള ആറ്റംസിൽ ഏതെങ്കിലും ഒരു ആറ്റം, ഇവിടെ രണ്ട് ആറ്റം ഉണ്ട്, എ ബി എന്ന് പറഞ്ഞിട്ട്. ഇതിൽ എ എന്ന് പറഞ്ഞ ആറ്റത്തിൽ ഒരു ഇൻസ്റ്റന്റേനിയസ് ഡൈപോൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിന്റെ സിമെട്രി നഷ്ടപ്പെടും. അപ്പോൾ അതൊരു ഇൻസ്റ്റന്റേനിയസ് ഡൈപോൾ ആയിട്ട് മാറും. ആ ഇൻസ്റ്റന്റേനിയസ് ഡൈപോള് അടുത്തുള്ള നോൺ പോളാർ മോളിക്യൂളിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആയിട്ട് മാറും. അങ്ങനെ ആ രണ്ട് ഡൈപോളുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇന്ററാക്ടിങ് എനർജി എന്ന് പറയുന്നത് 1/r⁶ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ r എന്ന് പറഞ്ഞാൽ ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസ് ആണ്. ഇനി രണ്ടാമത്തെ ഫോഴ്സ് ആണ് ഡൈപോൾ ഡൈപോൾ ഫോഴ്സ്. ആ ഡൈപോൾ ഡൈപോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പോളാർ മോളിക്യൂൾസിന്റെ ഇടയിലുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇവിടെ ഒരു പെർമനന്റ് ഡൈപോൾ ഉണ്ടാകും. ഇവിടെ കണ്ടോ HCl, ഹൈഡ്രജനും ക്ലോറിനും. ഇവിടെ ക്ലോറിൻ എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റീവ് ആണ്, ഇയാൾ ഇലക്ട്രോപോസിറ്റീവ് ആണ്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊരു പെർമനന്റ് ഡൈപോൾ ആണ്. അങ്ങനെ പെർമനന്റ് ഡൈപോളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനാണ് ഡൈപോൾ ഡൈപോൾ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ലണ്ടൻ ഫോഴ്സിനെക്കാട്ടും സ്ട്രോങ് ആയിരിക്കും, പക്ഷെ അയോൺ അയോൺ ഇന്ററാക്ഷനെക്കാട്ടും വീക്കർ ആയിരിക്കും. ഈ ഒരു ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇന്റർ മോളിക്കുലാർ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഇതിലെ ഇന്ററാക്ഷൻ എനർജി എന്ന് പറയുന്നത് r⁵ 1/r⁵ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ 1/r⁶ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. നെക്സ്റ്റ് വണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്. ഇവിടെ ഒരു പോളാർ മോളിക്യൂൾ ഉണ്ടാകും, ഒരു നോൺ പോളാർ മോളിക്യൂൾ ഉണ്ടാകും. ഈ പോളാർ മോളിക്യൂളിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും, നോൺ പോളാർ മോളിക്യൂളിന് എന്തുണ്ടാവില്ല, ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പോളാർ മോളിക്യൂള് നോൺ പോളാർ മോളിക്യൂളിന് എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ നോൺ പോളാർ മോളിക്യൂൾ എന്തായിട്ട് മാറും, ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആയിട്ട് മാറും. ആ പോളാർ മോളിക്യൂളും ഇൻഡ്യൂസ്ഡ് ഡൈപോളും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇന്ററാക്ഷൻ എനർജി എന്ന് പറഞ്ഞാൽ 1/r⁶ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ടൈപ്പ് ഓഫ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾ ഹാവിംഗ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ബൗണ്ട് ടു ഹൈഡ്രജൻ. ഇവിടെ ഈ ഒരു ചിത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ
കുറേ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഈ വാട്ടർ മോളിക്യൂൾസിന്റെ ഇടയിൽ ഈ ഡോട്ടഡ് ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബോണ്ടിനാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജൻ ബോണ്ടിന്റെ ബോണ്ട് എനർജി എന്ന് പറയുന്നത് 100 കിലോ ജൂൾ പെർ മോൾ ആണെന്ന് നമുക്ക് പറയും. ഇനി ഈ വാണ്ടർവാൾ ഫോഴ്സ് 4 നമ്മൾ പറഞ്ഞു. അതിന്റെ ബോണ്ട് സ്ട്രെങ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഹൈഡ്രജൻ ബോണ്ടിന്റെ ബോണ്ട് സ്ട്രെങ്ത് വളരെ ഹൈ ആണ്. ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ബോണ്ട്, പിന്നെ ഡൈപോൾ ഫോഴ്സസ്, പിന്നെ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് ആൻഡ് ഡിസ്പെർഷൻ ഫോഴ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമൽ എനർജിയാണ്. എനർജി മോളിക്യൂളിനെ വളരെ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്. ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് തെർമൽ എനർജി കൂടും. ഇനി ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഗ്യാസ് നിന്ന് സോളിഡിലേക്ക് പോകുന്ന സമയത്ത് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ തെർമൽ എനർജി എന്ന് പറയുന്നത് സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് വരുന്ന സമയത്താണ് കൂടുന്നത്. രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ്. ഗ്യാസ് ലോസ് മെയിനായിട്ട് 4 ലോസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതാണ് ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലുസാക്സ് ലോ ആൻഡ് അവോഗാഡ്രോസ് ലോ. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ബോയിൽസ് ലോ. ബോയിൽസ് ലോന്റെ ഡെഫിനിഷൻ: at constant temperature the pressure of a fixed mass of a gas is inversely proportional to its volume. മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ എഴുതാം: P directly proportional to 1/V. അവിടെ നമുക്ക് എന്ത് കിട്ടും? P1 V1 equal to P2 V2 എന്ന് കിട്ടും. നമ്മൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വരയ്ക്കുന്ന പ്ലോട്ടിനെയാണ് ഐസോതേം എന്ന് പറയുന്നത്. ഇതൊക്കെ ഐസോതേംസ് ആണ്. ഇവിടെ പ്രഷർ വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ 1/V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വോളിയം 1/P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. പിന്നെ PV എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ PV വേഴ്സസ് പ്രഷർ ഓർ വോളിയം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അത് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? M × 1/V എന്ന് എഴുതിക്കൂടെ? ഇവിടെ 1/V എന്ന് പറഞ്ഞാൽ P/K ആണ്. ഇവിടെ നമുക്ക് 1/V = P/K എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ടേം പ്രഷർ ആണ്. പ്രഷർ ഈക്വൽ ടു D × K/M എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാം പ്രഷർ ഡെൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തതാണ് ചാൾസ് ലോ. ചാൾസ് ലോന്റെ ഡെഫിനിഷൻ: അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ volume of a fixed mass of a gas is directly proportional to its temperature. Then volume is directly proportional to temperature. അവിടെ നമുക്ക് കിട്ടും V1/T1 equal to V2/T2 എന്ന് പറയാൻ പറ്റും. കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ വരയ്ക്കുന്ന പ്ലോട്ടിനെയാണ് നമ്മൾ ഐസോ ബാർ എന്ന് പറയും. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ചോ? V1 equal to V0 × 1 + T/273 എന്ന് പറയുന്നത്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ volume increase or decrease 1/273 of its volume at 0 degree Celsius for each increase or decrease of T degree Celsius. ഈ ഒരു മീനിങ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഈ ഒരു ഇക്വേഷൻ എഴുതുന്നത്. ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കാം. ഇനി നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് പ്രഷറിൽ വരയ്ക്കുന്ന പ്ലോട്ടാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലോട്ടിൽ y ആക്സിസിൽ വോളിയം ആണ്, x ആക്സിസിൽ ടെമ്പറേച്ചർ ആണ്. ഈ ഒരു ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് x ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ വോളിയം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയും. അതിന്റെ വാല്യൂ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്, അഥവാ 0 കെൽവിൻ ആണ്. ഇനി വോളിയം ടെമ്പറേച്ചർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അതുകൊണ്ട് ഈ രണ്ട് കേസ് നോക്കുന്ന സമയത്ത് P2 എന്ന് പറയുന്ന പ്രഷർ കൂടുതലായിരിക്കും. V/T എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈന് കിട്ടും. ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ കാണാം, കാരണം ടെമ്പറേച്ചർ 0 ആകുമ്പോൾ വോളിയം 0 ആവുന്നില്ല, അതുകൊണ്ട്. ദെൻ വോളിയം 1/T എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ ഒരു മോഡലിൽ കർവ് കിട്ടും. നെക്സ്റ്റ് വൺ ആണ് ഗേ-ലുസാക്സ് ലോ. ഡെഫിനിഷൻ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം പ്രഷർ ഓഫ് എ ഫിക്സഡ് amount of a gas is directly proportional to the temperature. നമുക്ക് എന്താ എഴുതാം? P directly proportional to T എന്ന് എഴുതാം. Then P1/T1 equal to P2/T2. കോൺസ്റ്റന്റ് വോളിയത്തിൽ വരയ്ക്കുന്ന പ്ലോട്ടിനെയാണ് നമ്മൾ ഐസോ കോർ എന്ന് പറയും. ഇവിടുന്ന് Pയും Tയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. P/T എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. P1/T എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നെക്സ്റ്റ് വൺ ആണ് അവോഗാഡ്രോസ് ലോ. എന്താ അവോഗാഡ്രോസ് ലോന്റെ ഡെഫിനിഷൻ? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ
contain equal number of moles or molecules. നമുക്ക് എന്തെന്ന് എഴുതാം? V directly proportional to N എന്ന് എഴുതാം. ഇവിടെ N എന്ന് പറഞ്ഞാൽ number of moles ആണ്. നമുക്കറിയാം number of moles എന്ന് പറഞ്ഞാൽ given mass by molar mass ആണ്. ആ proportionality sign മാറ്റിയിട്ട് ഒരു constant കൊണ്ടുവന്നു. അപ്പോൾ V is equal to K into W divided by M എന്ന് എഴുതി. ഇവിടുന്ന് M is equal to K into W by V എന്ന് എഴുതാൻ പറ്റും. ഇവിടെ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി അല്ലേ? അപ്പോൾ M is equal to K into density എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡെൻസിറ്റി എന്ന് പറയുന്നത് മോളാർ മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഐഡിയൽ ഗ്യാസ് ആൻഡ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും കമ്പൈൻഡ് ഗ്യാസ് ലോയും ഗ്രഹാംസ് ലോയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നോക്കാം. നമുക്കറിയാം ബോയിൽസ് ലോ പ്രകാരം വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p. ചാൾസ് ലോ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു temperature. Avogadro's law volume is directly proportional to number of moles. ഇവിടെ എല്ലാത്തിലും വോളിയം കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് ഈ മൂന്ന് ലോസ് എടുത്തത്. അതിനുശേഷം നമുക്ക് എഴുതാം V directly proportional to NT into 1/p എന്ന് എഴുതാൻ പറ്റും. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് കൊണ്ടുവരുന്ന കോൺസ്റ്റന്റ് ആണ് R. ഇതിനാണ് നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടും PV is equal to nRT എന്ന് കിട്ടും. PV is equal to nRT. ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആറിന്റെ വാല്യൂസ് നോക്കുകയാണ്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം R is equal to PV divided by NT എന്ന് എഴുതാൻ പറ്റും. അതിൽ പ്രഷർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്, ടെമ്പറേച്ചറിന്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും R is equal to 8.314 ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ്. ആ വാല്യൂ കൊടുക്കുമ്പോൾ R is equal to 8.314 into 10⁻⁷ എർഗ് കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1 എന്ന് കിട്ടും. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് R is equal to 8.314 divided by 4.2, that's equal to 2, approximately 2 calorie Kelvin raised to -1 mole raised to -1 എന്ന് പറയാൻ പറ്റും. ഇനി ലിറ്റർ ATMലെ വാല്യൂ കിട്ടാൻ നമ്മൾ പ്രഷർ 1 ATM കൊടുത്തു, വോളിയം 22.4 ലിറ്റർ കൊടുത്തു, നമ്പർ ഓഫ് മോൾസ് 1, ടെമ്പറേച്ചർ 273 കെൽവിൻ. ആ സമയത്ത് നമുക്ക് R is equal to 0.0821 ലിറ്റർ ATM കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1 എന്ന് കിട്ടും. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 4 വേരിയബിൾ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. അതേപോലെ ഇത് സ്റ്റേറ്റ്, ഗ്യാസിന്റെ സ്റ്റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് കമ്പൈൻഡ് ഗ്യാസ് ലോ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം PV is equal to nRT ആണ്. ഇവിടെ നിന്ന് PV by T is equal to nR. നമ്പർ ഓഫ് മോൾസും ആറും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ PV by T equal to കോൺസ്റ്റന്റ് എന്ന് പറയാം. ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആയിരിക്കും. R ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം P1 V1 by T1 is equal to P2 V2 by T2. ഇതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഇവിടുന്ന് നമുക്ക് PV is equal to nRT, N-ന് നമ്പർ ഓഫ് മോൾസിന് ഗിവൺ മാസ് ബൈ മോളാർ മാസ് കൊടുക്കാം. അപ്പോൾ പ്രഷർ is equal to W by M into V into RT എന്ന് എഴുതാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് പ്രഷർ is equal to dRT by M. ഇവിടുന്ന് നമുക്ക് കിട്ടും പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ആണ്. ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ പറയുന്നത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ is directly proportional to 1/√of molar mass. അപ്പം നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ R1 by R2 is equal to √of M2 divided by M1 എന്ന് കിട്ടും. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഡാൾട്ടൺസ് ലോ പ്രകാരം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the total pressure exerted by a mixture of non-reacting gases is equal to the sum of partial pressures of the component gases. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 3 ബോക്സ് ഉണ്ട്. A എന്ന് പറഞ്ഞ ബോക്സ്, B എന്ന് പറഞ്ഞ ബോക്സ്, AB എന്ന് പറഞ്ഞ ബോക്സ്. ഈ A എന്ന് പറഞ്ഞ ബോക്സിലെ ഗ്യാസുകളാണ് A എന്ന് പറയുന്നത്. അതിന്റെ പ്രഷർ PA, B എന്ന് പറയുന്നതിലെ മോളിക്യൂൾസിന്റെ പ്രഷർ PB. ഇവിടെ എയും ബിയും ഉണ്ട്, അതിന്റെ ടോട്ടൽ പ്രഷർ PAB എന്ന് റെപ്രസെന്റ് ചെയ്തു. ഈ എയും ബിയും നോൺ റിയാക്ടിങ് ഗ്യാസസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ AB എന്ന് പറയുന്ന ബോക്സിലുള്ള ടോട്ടൽ പ്രഷർ P total is equal to PA plus PB. അതായത് A എന്ന് പറയുന്നതിന്റെ പാർഷ്യൽ പ്രഷർ പ്ലസ് B എന്ന് പറയുന്നതിന്റെ പാർഷ്യൽ പ്രഷർ
ആയിരിക്കും. അതാണ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് aqueous tension. aqueous tension എന്ന് പറഞ്ഞാൽ പ്രഷർ എക്സേർട്ടഡ് ബൈ സാച്ചുറേറ്റഡ് വാട്ടർ വേപ്പർ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P dry gas is equal to P total minus aqueous tension. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർഷ്യൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ആണ്. നമുക്കറിയാം P is equal to nRT by V ആണ്. then PA is equal to ഇവിടെ A ന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ NART by V and PB is equal to NBRT by V. P total ഡാൽട്ടൺസ് ലോ പ്രകാരം P total is equal to PA plus PB ആണ്. ഈ PA യും PB ന്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടും. ഇവിടുന്ന് RT by V കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ P total is equal to NA plus NB into RT by V എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർഷ്യൽ പ്രഷർ അതിന്റെ റേഷ്യോ എടുക്കുകയാണ്. PA by P total അതേപോലെ PB by P total എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ സപ്പോസ് PA by P total ആണ് എടുക്കുന്നുണ്ടെങ്കിൽ NA RT by V ഡിവൈഡഡ് ബൈ NA plus NB into RT by V എന്ന് എഴുതാൻ പറ്റും. ഈ RT by V എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു NA ഡിവൈഡഡ് ബൈ NA plus NB എന്ന് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് A ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും PA is equal to മോൾ ഫ്രാക്ഷൻ of A into P total. അതേപോലെ PB is equal to P total into chi V എന്ന് എഴുതാൻ പറ്റും. അടുത്തതാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. കൈനറ്റിക് മോളിക്കുലാർ തിയറിയിൽ മെയിൻ ആയിട്ട് 7 പോസ്റ്റുലേറ്റ് ആണുള്ളത്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എവറി ഗ്യാസ് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. എല്ലാ ഗ്യാസിലും കുറേ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും, അതിനാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് റാൻഡം മോഷനിലായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കൊളീഷൻസും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. നാലാമത്തെ പോയിന്റ് മോളിക്യൂൾസിന്റെ ഇടയിൽ ഒരു ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഉണ്ടാവില്ല. അഞ്ചാമത്തെ പോയിന്റ് മോളിക്യൂൾ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും അഥവാ നെഗ്ലിജിബിൾ ആയിരിക്കും. ആറാമത്തെ പോയിന്റ് പ്രഷർ ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് വാളില് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രഷറാണ്. ഇനി ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഇത്രയാണ് ഈ 7 പോയിന്റ്സ് ആണ് കൈനറ്റിക് തിയറിന്റെ പോസ്റ്റുലേറ്റ് ആയിട്ട് പറയുന്നത്. ഇത് നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് വെച്ചിട്ട് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. മോളിക്യൂൾസ്, റാൻഡം മോഷൻ, ഇലാസ്റ്റിക്, നോ ഇന്റർമോളിക്കുലാർ ഫോഴ്സ്, വോളിയം ഒക്യുപ്പൈഡ്, പ്രഷർ, ആവറേജ് കൈനറ്റിക് എനർജി ആൻഡ് ടെമ്പറേച്ചർ. ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെക്കുക. മിസ്റ്റർ ഇലാനോവോസ് പ്രഷർ കെറ്റ്. മിസ്റ്റർ ഇലാനോവോസ് പ്രഷർ കെറ്റ്. ഇവിടെ M എന്ന് പറയുന്നത് മോളിക്യൂൾ ആണ്. 6 റാൻഡം മോഷൻ എന്നുള്ള ഈ ഇലാനോ അതിൽ ഇല എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. നോ ഇന്റർമോളിക്കുലാർ ഫോഴ്സ്, വിഒ വോളിയം ഒക്യുപ്പൈഡ്, പ്രഷർ തന്നെ. കെറ്റ് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇനി ഈ ഒരു ഏഴാമത്തെ പോസ്റ്റുലേറ്റിന് നമ്മൾ പറഞ്ഞു ആവറേജ് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ആവറേജ് കൈനറ്റിക് എനർജി is equal to 3/2 nRT എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ഡിവൈഡഡ് ബൈ NA. അപ്പോൾ നമുക്ക് കിട്ടും ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ഈക്വൽ ടു 3/2 kBT. R/NA എന്ന് പറഞ്ഞാൽ എന്താണ്? KB ആണ്, ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. ഇനി കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV is equal to 1/3 NMU² ആണ്. ഇവിടെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾ ആണ്, U എന്ന് പറഞ്ഞാൽ RMS വെലോസിറ്റി ആണ്. മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. നമ്പർ ഓഫ് മോളിക്യൂൾസും മോളിക്യുലാർ സ്പീഡും തമ്മിലുള്ള കർവാണ്. നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്ന പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് വണ്, നമ്പർ ഓഫ് മോളിക്യൂൾ ഹാവിംഗ് വെരി ലോ ആൻഡ് വെരി ഹൈ സ്പീഡ് ഈസ് വെരി സ്മോൾ. ഇവിടെയാണല്ലോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത്. ഇതാണ് മോളിക്യുലാർ സ്പീഡ്. ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവാണ്, അതേപോലെ ഇവിടെയും നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവാണ്. ഇതാണ് മാക്സിമം സ്പീഡ്, ഇതാണ് മിനിമം സ്പീഡ്. പറഞ്ഞത് നമ്പർ ഓഫ് മോളിക്യൂൾ ഹാവിംഗ് വെരി ലോ ആൻഡ് വെരി ഹൈ സ്പീഡ് ഈസ് വെരി സ്മോൾ.
രണ്ടാമത്തെ പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ മോളിക്യൂൾ ഹാവ് എ പെർട്ടിക്കുലർ സ്പീഡ് കോൾഡ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. ഇവിടെ നോക്കുന്ന സമയത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഏറ്റവും കൂടുതൽ T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്പീഡിലാണ്. അതേപോലെ T2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്പീഡിലാണ്. അപ്പോൾ ഈ ഒരു സ്പീഡിനെയാണ് എന്തെന്ന് പറയുന്നത്, മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾ അറ്റൈൻ ചെയ്യുന്ന സ്പീഡിനെയാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓൺ ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ഫ്രാക്ഷൻ ഓഫ് മിനിമം വെലോസിറ്റി ഡിക്രീസസ് ആൻഡ് ഫ്രാക്ഷൻ ഓഫ് മാക്സിമം വെലോസിറ്റി ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് മോളിക്യൂൾസിന് ഒരു കൈനറ്റിക് എനർജി കിട്ടും, അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂടും. അപ്പം ഇവിടെ ഇനീഷ്യലി നോക്കുന്ന സമയത്ത് മിനിമം സ്പീഡുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുതലായിരുന്നു. പക്ഷേ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മിനിമം വെലോസിറ്റി ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കുറഞ്ഞിട്ട് മാക്സിമം വെലോസിറ്റി ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പറയാം T2 എന്ന് പറയുന്നതാണ് T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിനെക്കാട്ടും കൂടുതലെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഏരിയ അണ്ടർ ദ കർവ് ഗിവ്സ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈ കർവിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്കുലാർ സ്പീഡ് മെയിനായിട്ട് മൂന്നെണ്ണാണുള്ളത്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി റെപ്രസെൻറ്റഡ് ബൈ ആൽഫ, ആവറേജ് വെലോസിറ്റി റെപ്രസെൻറ്റഡ് ബൈ വി, RMS വെലോസിറ്റി അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി U എന്ന് പറയാം. നമുക്ക് ആദ്യം മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി നോക്കാം. ദ സ്പീഡ് ഓഫ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇവിടെ ഈ ഒരു കർവ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഏറ്റവും കൂടുതലുള്ളത്. ഈ ഒരു മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പീഡിനെയാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് പറയുന്നത്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2RT/m. ഒരു മോളാവുന്ന സമയത്ത് നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് 2PV/m എന്ന് എഴുതാൻ പറ്റും. m/v എന്ന് പറയുന്നത് ഈ വോളിയം താഴോട്ടുണ്ട്, m/v എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്, ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 2P/d എന്ന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വൺ, ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ടോട്ടൽ വെലോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അത് തരാനുള്ള ഇക്വേഷൻ v is equal to റൂട്ട് 8RT/m ആണ്. നെക്സ്റ്റ് വൺ, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡിഫറൻറ്റ് സ്പീഡ്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ആവറേജ് വെലോസിറ്റിൻ്റെ സ്ക്വയർ അതിൻ്റെ റൂട്ട്. ദെൻ u is equal to റൂട്ട് 3RT/m. മൂന്ന് വെലോസിറ്റി, ആദ്യത്തേത് ആൽഫ is equal to റൂട്ട് 2RT/m, v is equal to റൂട്ട് 8RT/m, u is equal to റൂട്ട് 3RT/m. ഇനി അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1:1.128:1.224 എന്ന് കിട്ടും. ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഈ ഒരു ഡീവിയേഷൻ മെയിൻ ആയിട്ട് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലുള്ള രണ്ട് റോങ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ്. ആ രണ്ട് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നോ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് എന്ന് പറയുന്നതും വോളിയം ഒക്യുപ്പൈഡ് ബൈ എ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം. ഈ രണ്ട് അസംഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് തിയറിയിലുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും ആയിരിക്കണം. ദാറ്റ് ഈസ് റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെക്കാം, റോയ് ഈസ് ദ ഹൈ ടോപ്പർ ഇൻ LP. റോയ് ഈസ് ദ ഹൈ ടോപ്പർ ഇൻ LP. ഇനി റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് എന്ന് അല്ലെങ്കിൽ ഐഡിയൽ ബിഹേവിയർ എന്ന് ഡീവിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ആയിരിക്കും. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇവിടെ ഹൈഡ്രജൻ ഹീലിയം അത് രണ്ടും ഐഡിയൽ ഗ്യാസിന്റെ മുകളിലേക്കാണ് പോകുന്നത്. ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ഇനി മീഥേൻ, കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് എന്നൊക്കെ പറയുന്നത് താഴോട്ട് വന്നിട്ട് ആദ്യം നെഗറ്റീവ് ഡീവിയേഷൻ കാണിച്ചിട്ടാണ് പിന്നെ മുകളിലേക്ക് പോകുന്നത്. അത് രണ്ടുമാണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കർവ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറ്റ് ലോ പ്രഷർ. ലോ പ്രഷറിൽ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ ഐഡിയൽ ബിഹേവിയർ ഒബേ ചെയ്യും. പക്ഷെ ഹയർ പ്രഷറിൽ
അതെന്ത് ചെയ്യൂല, ഒബേ ചെയ്യൂല, ഡീവിയേറ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുക. ഈ ഒരു ഡീവിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ആ കംപ്രസിബിലിറ്റി ഫാക്ടർ നമുക്ക് കിട്ടുന്നത് Z is equal to PV/nRT വെച്ചിട്ടാണ്. ഈ Z-ന്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഐഡിയൽ ഗ്യാസ് ആണ്. Z 1 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് റിയൽ ഗ്യാസ് ആണ് എന്ന് പറയും. ഇനി നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT പ്രകാരം V is equal to nRT/P എന്ന് എഴുതാൻ പറ്റും. അപ്പം ഈ ഒരു ഇക്വേഷന് ഈ P അടിയിൽ കൊണ്ടുവന്നാൽ nRT/P ആവും. അത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, V ഐഡിയൽ എന്ന് എഴുതാൻ പറ്റും. then Z is equal to V real/V ഐഡിയൽ ആണെന്ന് പറയാൻ പറ്റും. ഇനി ഈ Z-ന്റെ വാല്യൂ 1 അല്ലാത്ത രണ്ട് കേസ് ഉണ്ടാവും. ഒന്ന് Z greater than 1 ഉം ഒന്ന് Z less than 1 ഉം. Z greater than 1 ആകുന്ന സമയത്ത് റിയൽ ഗ്യാസിന്റെ വോളിയം ഐഡിയൽ ഗ്യാസിന്റെ വോളിയത്തിനെക്കാട്ടും കൂടുതലായിരിക്കും. പക്ഷെ Z 1-നെക്കാട്ടും കുറവാവാന്നുണ്ടെങ്കിൽ റിയൽ ഗ്യാസിന്റെ വോളിയം ഐഡിയൽ ഗ്യാസിന്റെ വോളിയത്തിനെക്കാട്ടും കുറവായിരിക്കും. ഇവിടെ റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സിനെക്കാട്ടും കൂടുതലായിരിക്കും. Z ലെസ് ദാൻ 1-ൽ റിപ്പൾസീവ് ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സിനെക്കാട്ടും കുറവായിരിക്കും. ഇവിടെ ലെസ് കംപ്രസിബിൾ ആണ്, ഡിഫിക്കൽട്ട് ആണ്, കംപ്രസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്, ലിക്വിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ, ഹീലിയം എന്നൊക്കെ പറയുന്നത്. അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ആണെങ്കിൽ മോർ കംപ്രസിബിൾ ആണ്, ഈസിലി കംപ്രസ് ചെയ്യാൻ പറ്റും, ലിക്വിഫൈ ചെയ്യാനും വളരെ എളുപ്പമാണ്. അതിന് എക്സാമ്പിൾ ആണ് മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത്. ഈ Z greater than 1 ഇവിടെ മുകളിലേക്ക് വരുന്ന ആൾക്കാരാണ്, Z less than 1 ഇവിടെ താഴേക്ക് വരുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് വൺ ആണ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ് എന്ന് പറയുന്നത്. ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ഷോ ഐഡിയൽ ബിഹേവിയർ. റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ബോയിൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ TB ഈസ് ഈക്വൽ ടു A/RB ആണ്. ഈ A എന്താ, R എന്താ, B എന്താന്നുള്ളത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും, അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്, അവിടെ ഡിസ്കസ് ചെയ്യും. ഈ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഗ്യാസിന്റെ നാച്ചറിനെയാണ് എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. വാണ്ടർ വാൾസ് ഇക്വേഷൻ രണ്ട് അസംഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻ ഇല്ല എന്നാണ്, രണ്ടാമത്തത് വോളിയം വളരെ നെഗ്ലിജിബിൾ ആണെന്നാണ്. ആ രണ്ട് അസംഷൻ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തും. വാണ്ടർ വാൾ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ചെറിയൊരു മാറ്റം വരുത്തി. അതാണ് റിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ വാണ്ടർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. P plus n²A/V² into V minus NB is equal to nRT എന്ന് പറയുന്നത്. ഇവിടെ പ്രഷർ P, N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ്, A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് ആണ്, V എന്ന് പറഞ്ഞാൽ വോളിയാണ്, R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ ആണ്. ഇവിടെ ഈ AN²/V² എന്ന് പറഞ്ഞാൽ പ്രഷർ കറക്ഷൻ ടേം ആണ്. ഈ ടേം എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു മോളിക്കുലാർ അട്രാക്ഷൻ ആണ്. ഈ NB എന്ന് പറയുന്നത് വോളിയം കറക്ഷൻ ടേം ആണ്, ഡ്യൂ ടു സൈസ് ഓഫ് മോളിക്യൂൾ, സ്മോൾ സൈസ് ഓഫ് മോളിക്യൂൾ. എയും ബിയും വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇനി എൻ്റെയും ബിൻ്റെയും പ്രോപ്പർട്ടീസ് നോക്കാം. എ എന്ന് പറയുന്നത് മെഷർ ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആണ്. മെഷർ ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. എ കൂടി കഴിഞ്ഞാൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മോളിക്യൂൾസിന്റെ ഇടയിലുള്ള അട്രാക്ഷൻ കൂടും. അപ്പോൾ എ കൂടിയാൽ ഗ്യാസ് പെട്ടെന്ന് കംപ്രസ് ചെയ്യാൻ പറ്റും, ലിക്വിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ യൂണിറ്റ് ATM ലിറ്റർ² മോൾ റൈസ് ടു -1 ആണ്. ബി എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് വോളിയം ആണ്. വോളിയം മെഷർ ചെയ്യുന്നതോടെ മോളിക്യൂളിന്റെ സൈസ് എഫക്റ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതിന്റെ യൂണിറ്റ് ലിറ്റർ മോൾ റൈസ് ടു -1 ആണ്. ഇനി വാണ്ടർ വാൾസ് ഇക്വേഷന്റെ ഒരു 3 സ്പെഷ്യൽ കേസുകളാണ്. അറ്റ് ലോ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ Z-ന്റെ വാല്യൂ 1 ആയിരിക്കും. കാരണം Z എന്ന് പറഞ്ഞാൽ PV/nRT ആണ്. അപ്പൊ അതിന്റെ വാല്യൂ 1 വരും. ഈ A/V² എന്ന് പറയുന്നത് നെഗ്ലക്ട് ചെയ്യും, ബിയും നെഗ്ലക്ട് ചെയ്യും, PV is equal to nRT എന്ന് വരും. Z-ന്റെ വാല്യൂ 1 വരും. ഓക്കെ, PV is equal to RT. ഇവിടെ വോളിയം വളരെ ഹൈ ആയിരിക്കും. ഇനി മോഡറേറ്റ് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ Z-ന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം ഇവിടെ നെഗ്ലക്ട് ചെയ്യുന്നത് ഈ വോളിയം കറക്ഷൻ ടേം ആണ്.
അപ്പോൾ നമുക്ക് ഏതാ പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി ഈസ് ഈക്വൽ ടു ആർ ടി. റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടും Z ഈസ് ഈക്വൽ ടു 1 മൈനസ് എ ബൈ ആർ ടി ഇൻറ്റു വി എന്ന് കിട്ടും. ഇനി ഹൈ പ്രഷർ ആണെങ്കിൽ സെഡിന്റെ വാല്യൂ 1നെക്കാട്ടും കൂടുതലായിരിക്കും. എ ബൈ വി സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, നെഗ്ലക്ട് ചെയ്യുക. കാരണം ഈ പ്രഷർ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് നെഗ്ലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പി ഇൻറ്റു വി മൈനസ് ബി ഈക്വൽ ടു ആർ ടി എന്ന് എഴുതും. സെഡ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് പി ബി ബൈ ആർ ടി എന്ന് എഴുതാൻ പറ്റും. ഇതാണ് സെഡ് വെച്ചിട്ട് കംപ്രസിബിലിറ്റി ഫാക്ടർ വെച്ചിട്ടുള്ള കർവ്. ഇവിടെ ഐഡിയൽ ഗ്യാസ് Z ഈസ് ഈക്വൽ ടു 1, ഇവിടെ Z ഗ്രേറ്റർ ദാൻ 1, ഇവിടെ Z ലെസ് ദാൻ 1. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്. എന്താണ് ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ? ദ ഫിനോമിനൻ ഓഫ് കൺവേർട്ടിംഗ് എ ഗ്യാസ് ഇൻടു ലിക്വിഡ് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൂളിംഗ് ആണ്. ഓക്കെ, അപ്പം ലിക്വിഫാക്ഷൻ നടക്കുന്ന സമയത്ത് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടി കഴിഞ്ഞാൽ ലിക്വിഫാക്ഷൻ കൂടും. കാരണം ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടുമ്പോൾ മോളിക്യൂൾ അടുത്ത് വരും. അപ്പോൾ ഗ്യാസ് പെട്ടെന്ന് എന്തായിട്ട് മാറും, ലിക്വിഡ് ആയിട്ട് മാറും. അപ്പം ഈ ഒരു പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഐഡിയൽ ഗ്യാസ് എന്ത് ചെയ്യാൻ പറ്റൂല, ലിക്വിഫൈ ചെയ്യാൻ പറ്റൂല. കാരണം അവിടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐസോതേം പ്ലോട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ തോമസ് ആൻഡ്രൂസ്. തോമസ് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് പ്രഷർ വോളിയം ടെമ്പറേച്ചർ റിലേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ബോത്ത് ഗ്യാസ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്, പ്രഷർ വോളിയം ടെമ്പറേച്ചർ റിലേഷൻ ഒരുമിച്ച് കൊണ്ടുവന്നത്. ഇത് അദ്ദേഹം കൊണ്ടുവന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഐസോതേം പ്ലോട്ടാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം 50 ഡിഗ്രിയിൽ ഗ്യാസ് ലിക്വിഡ് ആക്കാൻ പറ്റില്ല, 31.1 ഡിഗ്രി സെൽഷ്യസിൽ ഗ്യാസ് ലിക്വിഡ് ആക്കാൻ പറ്റില്ല. പക്ഷെ 30.98 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ ഗ്യാസും ലിക്വിഡും ഇക്വിലിബ്രിയത്തിലെത്തി ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കാൻ പറ്റി. ഈ ഒരു ടെമ്പറേച്ചറിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് നമ്മളാണ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം ഫസ്റ്റ് വണ്ണാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതിന് നമ്മൾ TC എന്ന് റെപ്രസെന്റ് ചെയ്യും. ടെമ്പറേച്ചർ ബിലോ വിച്ച് എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈ. ഇവിടെ 30.98 ഡിഗ്രി സെൽഷ്യസ്. ആ ഒരു ടെമ്പറേച്ചറിന്റെ താഴെ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിക്വിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ TC ഈക്വൽ ടു 8A ഡിവൈഡഡ് ബൈ 27 RB. ഈ A ബൈ RB എന്ന് പറഞ്ഞാൽ TB ബോയിൽ ടെമ്പറേച്ചർ ആണ്. സോ TC ഈക്വൽ ടു 8/27 ഇൻറ്റു TB എന്ന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വണ്ണാണ് ക്രിട്ടിക്കൽ പ്രഷർ PC എന്ന് പറയുന്നത്. എന്താ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ മിനിമം പ്രഷർ റിക്വയർഡ് ടു ലിക്വിഫൈ എ ഗ്യാസ് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ PC ഈക്വൽ ടു A/27 B² ആണ്. നെക്സ്റ്റ് വണ്ണാണ് ക്രിട്ടിക്കൽ വോളിയം VC എന്ന് പറയുന്നത്. വോളിയം ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ക്രിട്ടിക്കൽ പ്രഷർ. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ VC ഈക്വൽ ടു 3B എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് ക്രിട്ടിക്കൽ കോൺസ്റ്റന്റ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം, ഇതിന് മൂന്നിനെയും കൂടിയും കളക്റ്റീവ്ലി നമ്മൾ എന്തെന്ന് പറയും, ക്രിട്ടിക്കൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയും. ക്രിട്ടിക്കൽ പോയിന്റിൽ ലിക്വിഡും വേപ്പറും കോ എക്സിസ്റ്റ് ചെയ്യും. അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് PC VC ഈക്വൽ ടു 3/8 RTC. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും PC VC by RTC ഈക്വൽ ടു 3/8 എന്ന് കിട്ടും. ലാസ്റ്റ് ടോപ്പിക് ആണ് ലിക്വിഡ് സ്റ്റേറ്റ്. 5 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇവാപ്പറേഷൻ. എന്താ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് എസ്കേപ്പിംഗ് ലിക്വിഡ് മോളിക്യൂൾ ഹാവിംഗ് ഹയർ എനർജി ഫ്രം സർഫസ് ഓഫ് ലിക്വിഡ് ടു വേപ്പർ ഫേസ്. ഹയർ എനർജി ഉള്ള മോളിക്യൂൾസ് ലിക്വിഡ് സർഫസിൽ നിന്ന് വേപ്പർ ഫേസിലേക്ക് എസ്കേപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ കൂടും. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടിയാൽ ഇവാപ്പറേഷൻ കുറയും. സർഫസ് ഏരിയ കൂടിയാൽ ഇവാപ്പറേഷൻ കൂടും. രണ്ടാമത്തേതാണ് വേപ്പർ പ്രഷർ. എന്താ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാല് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പർ ഓൺ ദ ലിക്വിഡ് സർഫസ്. അതിനാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കൂടും. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കുറഞ്ഞാൽ വേപ്പർ പ്രഷർ കൂടും.
നോൺ പോളാർ ലിക്വിഡിന് ഹൈ വേപ്പർ പ്രഷർ ആണ്, പോളാർ ലിക്വിഡിന് ലോ വേപ്പർ പ്രഷർ ആണ്. നോൺ പോളാർ ലിക്വിഡില് ഇന്ററാക്ഷൻസ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ മോളിക്യൂൾസ് വേപ്പർ ഫേസിലേക്ക് പോകും, അത് വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും. പോളാർ ലിക്വിഡില് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും, ഒരു ഡൈപോൾ ഇന്ററാക്ഷൻ ഉണ്ടാവും, അപ്പോൾ മോളിക്യൂൾസ് പെട്ടെന്ന് വേപ്പർ ഫേസിലേക്ക് പോകില്ല, അതുകൊണ്ട് വേപ്പർ പ്രഷർ കുറവായിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസ് വേപ്പറിലേക്ക് എസ്കേപ്പ് ചെയ്ത് പോകും, എന്നിട്ട് ആ വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും, അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടുന്നത്. നെക്സ്റ്റ് വൺ ആണ് ബോയിലിംഗ് പോയിന്റ്. എന്താ ബോയിലിംഗ് പോയിന്റ്? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പോൾ ഈ എക്സ്റ്റേണൽ പ്രഷർ കൂടി കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടി കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. രണ്ട് ടൈപ്പ് ബോയിലിംഗ് പോയിന്റ് ആണ് പറയാനുള്ളത്, നോർമൽ ബോയിലിംഗ് പോയിന്റും സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റും. ബോയിലിംഗ് പോയിന്റ് അറ്റ് ATM, ATMലാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ATMലെ ബോയിലിംഗ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. വാട്ടറിന്റെ കേസിൽ 100°C 373 Kelvin ആണ് നോർമൽ ബോയിലിംഗ് പോയിന്റ്. സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ 1 bar ആയിരിക്കും. ATMന് പകരം നമ്മൾ ബാർ ആണ് യൂസ് ചെയ്യുക. ബോയിലിംഗ് പോയിന്റ് അറ്റ് 1 bar ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. 99.6°C or 372.6 Kelvin ആണ് വാട്ടറിന്റെ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ്. ഇനി ഹൈറ്റ് കൂടുന്ന സമയത്ത്, അതായത് മുകളിലേക്ക് പോകുമ്പോൾ, മലമുകളിലേക്ക് അല്ലെങ്കിൽ മൗണ്ടൈൻ്റെ മുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഹൈറ്റ് കൂടും, അപ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറയുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. കാരണം അവിടെ പ്രഷർ കുറവായിരിക്കും, അപ്പോൾ ATM പ്രഷർ കുറവായിരിക്കും, അപ്പോൾ വാട്ടർ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, തിളയ്ക്കാൻ തുടങ്ങും. അടുത്തതാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് എ ലിക്വിഡ്. പിന്നെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. നെക്സ്റ്റ് വൺ ആണ് സർഫേസ് എനർജി. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി റിക്വയർഡ് ടു എക്സ്പാൻഡ് ദ സർഫസ് ഓഫ് എ ലിക്വിഡ് ബൈ യൂണിറ്റ് ഏരിയ. അതിൻ്റെ യൂണിറ്റ് ജൂൾ പെർ മീറ്റർ സ്ക്വയർ ആണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കുറയും, സോ സർഫസ് ടെൻഷൻ കുറയും. ഈ ഒരു ചിത്രത്തിൽ രണ്ട് സ്ഥലത്ത് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് അടയാളപ്പെടുത്തിയത് കാണാം. ഇവിടെ എല്ലാ ഡയറക്ഷനിലും ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ ഉണ്ടാവും, അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻ താഴോട്ട് മാത്രമാണ്, അതുകൊണ്ട് ഇവിടെ നെറ്റ് ഫോഴ്സ് താഴോട്ടായിരിക്കും. അതുകൊണ്ടാണ് വാട്ടറിന്റെ സർഫസ് ഇങ്ങനെ കർവ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ്, ഇത് സർഫസ് ടെൻഷൻ കൊണ്ടാണ്. ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ്, അതേപോലെ കാപ്പിലറി റൈസ്, ഇൻസെക്ട് വാക്കിംഗ് ഓൺ വാട്ടർ, അതേപോലെ നമ്മൾ ഡിറ്റർജന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കുറയും. ഇതെല്ലാമാണ് സർഫസ് ടെൻഷന്റെ ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് വൺ ആണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാമിനാർ ഫ്ലോ ആണ്. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദർ ഈസ് എ റെഗുലർ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓൺ പാസിംഗ് ഫ്രം വൺ ലെയർ ടു നെക്സ്റ്റ് ലെയർ. ഒരു ലെയർ നിന്ന് അടുത്ത ലെയറിലേക്ക് പോകുന്ന സമയത്ത് വെലോസിറ്റി കൂടുന്ന അത്തരം ഫ്ലോക്കാണ് നമ്മൾ എന്തെന്ന് പറയുക, ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു പൈപ്പ് കൂടെ വെള്ളം വരുന്നത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുവിലെ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളത്തിന് നല്ല സ്പീഡായിരിക്കും, രണ്ട് സൈഡിലേക്കുള്ളതിൽ സ്പീഡ് കുറവായിരിക്കും. ഇനി ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതേപോലെ വെലോസിറ്റി ഗ്രേഡിയന്റ് du/dz ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് F is directly proportional to A into du/dz എന്ന് എഴുതാൻ പറ്റും. then proportionality constant മാറ്റി F is equal to eta into A into du/dz. ഇവിടെ eta എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ഇതിന്റെ വിസ്കോസിറ്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ് ടു -2, പാസ്കൽ സെക്കൻഡ്, കിലോഗ്രാം മീറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1, അല്ലെങ്കിൽ പോയിസ് എന്ന് പറയാൻ പറ്റും. ഒരു പോയിസ് എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സെന്റിമീറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സിന് ഈക്വൽ ആണ്. അതേപോലെ 10⁻⁻1 കിലോഗ്രാം മീറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1 ഈക്വൽ ആണ്. ഇനി ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ, അതേപോലെ മോളിക്കുലാർ മാസ് കൂടിയാൽ, പ്രഷർ കൂടിയാൽ ഈ
കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. അതുകൊണ്ട് തന്നെ അത് ഫ്ലൂയിഡിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വിസ്കോസിറ്റി കൂടിയാൽ ഫ്ലൂയിഡിറ്റി കുറയും.